everyone, welcome back to my channel. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കോളേജ് ലൈഫിനെ പറ്റി കുറേ എക്സ്പെക്റ്റേഷൻസ് ഉള്ള എൻ്റെ ജൂനിയേഴ്സിനാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഒരു ബിടെക് തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എൻ്റെ ജൂനിയേഴ്സിനോട് പറയാനുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ ജൂനിയേഴ്സ് മീൻസ് എൻ്റെ കോളേജിൽ നിന്നല്ല, ഏതൊരു കോളേജിനും അഡ്മിഷൻ എടുക്കാൻ പോകുന്ന എൻ്റെ ജൂനിയേഴ്സിനോടാണ് എനിക്കിത് പറയാനുള്ളത്. അതായത് നിങ്ങൾ കോളേജ് ലൈഫിനെ പറ്റി വിശ്വസിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിനി വിശ്വസിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, സെലക്ടിങ് യുവർ കോളേജ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു കോളേജിനും വിലയിരുത്തരുത്. നമ്മൾ ആ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഹോ സൂപ്പർ കോളേജ്, നല്ല വൈബ്, എന്തൊക്കെ പരിപാടിയല്ലേ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് നോക്ക്, അത് നോക്ക്, മാങ്ങ നോക്ക്, തേങ്ങ നോക്ക്, ഇതൊക്കെ കണ്ടിട്ടാവും നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുക. നമ്മൾ ആ നേരത്തെ നമ്മുടെ കോഴ്സല്ല നോക്കുക, നമ്മൾ കോളേജിൻ്റെ ആംബിയൻസും സംഭവങ്ങളൊക്കെയാണ് നോക്കുക. അപ്പോൾ ദയവ് ചെയ്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഇപ്പോൾ ഏത് കോഴ്സാണ് എടുക്കാൻ പോകണമെങ്കിൽ ആ ഒരു കോഴ്സും ഏത് കോളേജാണ് നിങ്ങൾ എയിം ചെയ്യണമെങ്കിൽ ആ ഒരു കോളേജിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും അന്വേഷിച്ചറിഞ്ഞ് പരിചയമുള്ളവരോടോ അല്ലെങ്കിൽ നേരിട്ട് കോളേജ് മാനേജ്മെൻറ്റിനോടോ ഒക്കെ വിളിച്ച് ചോദിച്ചിട്ട് വേണം നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ റീൽസിൽ കാണുന്ന ഒരു ഹൈപ്പും നിങ്ങൾ നോക്കുന്ന കോളേജിന് ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ റീൽസിൽ കണ്ടിട്ട് ഒരു ഹൈപ്പും ഇല്ല എന്ന് വിചാരിക്കുന്ന കോളേജിനായിരിക്കും നല്ല ഹൈപ്പും ഉണ്ടാവുക. നിങ്ങളത് കറക്റ്റ് അന്വേഷിച്ചിട്ട് വേണം നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്ത് കോളേജൊക്കെ സെലക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യരുത്. പിന്നെ കുറേ പേര് നിങ്ങളോട് ഇന്ന കോഴ്സ് എടുക്കുക, ഈ കോഴ്സ് എടുക്കുക, ആ കോഴ്സ് എടുക്കുക, ഈ കോളേജിൽ ബുക്കൂടെ, എന്താ ആ കോളേജിൽ നോക്കാൻ ഞാൻ, ഇങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കും. നിങ്ങൾക്കൊരു എയിം ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഇന്ന കോഴ്സ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോളേജ് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ കോളേജിൽ പഠിക്കാം, ആ ഒരു കോളേജും കോഴ്സും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എനിക്ക് രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത്, കോളേജ് എക്സ്പെക്റ്റേഷൻ. നിങ്ങൾ ഇപ്പോൾ ആനന്ദം പടമൊക്കെ കണ്ട് വന്നവരായിരിക്കും. ഇപ്പോൾ ആനന്ദം പടം കണ്ട് നിങ്ങൾ നിങ്ങളുടെ കോളേജ് ലൈഫിനെ വിലയിരുത്തരുത്. ഒരിക്കലും ആനന്ദം പടം നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ കോളേജ് ലൈഫിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സിനെ കിട്ടും, അവരൊക്കെ എനിക്ക് കട്ട സപ്പോർട്ടായിരിക്കും, എല്ലാ പരിപാടിയിലും നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കും, എന്താ പറയുക, അങ്ങനെ വലിയ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ആരും വെക്കണ്ട. ഇനിയിപ്പോൾ അങ്ങനെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ ഐ എം ഹാപ്പി ഫോർ യു, യു ആർ ലക്കി ഗൈസ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ പോണില്ല. ഒരു കോളേജിലും ഫുൾ ടൈം എൻജോയ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എൻ്റെ ചെറുപ്രായത്തിൽ ആനന്ദം പടമൊക്കെ കണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും അങ്ങനെ ഒരു ലൈഫൊക്കെ. പക്ഷെ എനിക്കെന്തെങ്കിലും നടന്നിട്ടില്ല, അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കും നടന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് ചുരുക്കമാണ്. ഓക്കെ, അങ്ങനെ അത്രയും എൻജോയ് ചെയ്ത് വന്നവർ ചുരുക്കമാണ്. ഈ കരൺ ജോഹർ കോളേജിനെ പറ്റി ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ നമുക്ക് തന്നിട്ടുള്ള ആളാണ് ബോളിവുഡ്. അപ്പോൾ കരൺ ജോഹറിൻ്റെ മൂവീസ് കണ്ടിട്ടും നമ്മൾ ആനന്ദം പടം പോലത്തെ കോളേജ് വൈബ് ഫിലിംസ് കണ്ടിട്ടും നമ്മളൊരു കോളേജും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യണ്ട. കാരണം നമുക്ക് ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ കേൾക്കണവർക്ക് ചിലപ്പോൾ തോന്നും, ഈ പെണ്ണെന്ത് ഇരുന്ന് പറയണേ, ഈ പെണ്ണിനത് കിട്ടിയില്ല വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് ഇപ്പോൾ തോന്നും. പക്ഷെ നിങ്ങൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് അത് മനസ്സിലാവുക, ഞാൻ പറഞ്ഞ് ശരിയായിരുന്നു, ആ പെണ്ണുമ്പിള്ള പറഞ്ഞ് ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അന്ന് തോന്നും. ഇനി എനിക്ക് നിങ്ങളോട് മൂന്നാമതായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ കോളേജ് ലൈഫിലെ ഫസ്റ്റ് 6 months ഭയങ്കര ക്രൂഷ്യലായിരിക്കും. ആ ആദ്യത്തെ 6 മാസം അല്ലെങ്കിൽ ഒരു 3 to 4 monthsൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടും. കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി നിങ്ങൾ കുറേ ഗ്യാങ് ഒക്കെ അടിക്കും. ബോയ്സ് ഉണ്ടാവും, ഗേൾസ് ഉണ്ടാവും, ഫുൾ ഗ്യാങ് അടി, നല്ല വൈബ്, ചില്ല് എല്ലാതും ഉണ്ടാവും. അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കും, ഷോ ആനന്ദം തന്നെ, കരൺ ജോഹറിൻ്റെ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ തന്നെ എന്നൊക്കെ നിങ്ങളിങ്ങനെ വിചാരിക്കും. പക്ഷെ ആ വിചാരം 6 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വിചാരം തെറ്റും ചെയ്യും. നിങ്ങളുടെ ലൈഫ് ചോയ്സ് നിങ്ങൾ റിഗ്രറ്റും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ പോയിൻ്റ് ഓഫ് ടൈമിൽ നിങ്ങൾ വിചാരിക്കും, കോളേജ് വൈബ് പോരാ, കോളേജ് സെറ്റല്ല, ഈ കോഴ്സ് എടുക്കണ്ടായിരുന്നു, ഈ കോളേജിൽ ചേരണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊന്നും കോളേജിൻ്റെ കുഴപ്പമില്ല. ഈ കോളേജ് വൈബ് ഉണ്ടാക്കേണ്ടത് നമ്മളാണ്, അല്ലാണ്ട് കോളേജുകാരല്ല.
നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മ് ചേരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് മൊത്തം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. സെക്കൻഡ് സെമ്മിലേക്ക് ആകുമ്പോൾ അത് ചിലപ്പോൾ ഒരു പകുതി ക്ലാസ്സാവും. തേർഡ് സെമ്മിലാകുമ്പോൾ ചിലപ്പോൾ അത് ഒരു 5 ആളാവും. ഫോർത്ത് സെമ്മ് എത്തുമ്പോൾ ചിലപ്പോൾ 2-1 പേരൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൂടെ ആ തുടക്കം തൊട്ട് നിൽക്കണ ഒരു ലിസ്റ്റിലുണ്ടാവുന്ന പിള്ളേർ. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുമെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോ സെമ്മ് കഴിയുന്തോറും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിൻ്റെ അളവ് കുറഞ്ഞു വരും. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ഫ്രണ്ട്സ് ഉണ്ട് വിചാരിക്കുക. ഫസ്റ്റ് സെമ്മിലേക്ക് ചെന്നപ്പോൾ ഒരു സെക്കൻഡ് സെമ്മ് ആകുമ്പോൾ ഒരു 2 എണ്ണം, ഒരു തേർഡ് സെമ്മ് ആകുമ്പോൾ ഒരു 4 എണ്ണം. അപ്പോൾ ഓരോ സെമ്മ് കഴിയുന്തോറും ഇവിടുന്ന് ഒരു തലപൊന്തും ബേസിക്കലി നിങ്ങൾക്കൊരു കാഴ്ച ബംഗ്ലാവ് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് ഒക്കെ കാണുന്നവരല്ലേ, അപ്പോൾ ബിഗ് ബോസിൽ കണ്ടിട്ടില്ലേ, ഫസ്റ്റത്തെ കുറച്ച് ദിവസമൊക്കെ അവിടെ ഉള്ളവർ തമ്മിൽ എന്താ ഒരു സ്നേഹം, എന്താ കെയർ, എന്താ സപ്പോർട്ട്. അത് കഴിഞ്ഞ് വരുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, എല്ലാവരുടെയും മുഖംമൂടി ഇങ്ങനെ അഴിഞ്ഞ് ആ ഒരു ലെവലെത്തും നിങ്ങളുടെ കോളേജ് ലൈഫ്. നിങ്ങളിങ്ങനെ മനസ്സിലാക്കും ഓരോരുത്തരേനെ. ബേസിക്കലി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ളേക്കാട്ടും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കോളേജിലാണ്. സോ നിങ്ങൾ ആൾക്കാരിങ്ങനെ പഠിച്ച് വരും. ഓരോ ദിവസം കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ച് വരും. ശരിക്കും നിങ്ങളൊരു ബിഗ് ബോസിൽ ഇരിക്കണ പോലെ നിങ്ങൾക്ക് തോന്നും. കാരണം ചുറ്റും പല ക്യാരക്ടറുള്ള ആൾക്കാരായിരിക്കും, പല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു ഫ്രണ്ടും അങ്ങനെ നിങ്ങളുടെ കൂടെ അങ്ങനെ നിൽക്കും എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ലാസ്റ്റ് ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരാളും ഉണ്ടായിരുന്നു വരില്ല. എങ്ങനെ പോയാലും നിങ്ങൾ ഈ 4 കൊല്ലം അല്ലെങ്കിൽ എത്ര കൊല്ലമാണെങ്കിൽ, ഇപ്പോൾ 5 കൊല്ലമൊക്കെ നിങ്ങളത് ജീവിച്ചു തീർക്കേണ്ടതാണ്. നിങ്ങളുടെ കോളേജ് ലൈഫ് നിങ്ങൾ ജീവിച്ചു തീർക്കണം. ചിലപ്പോൾ ആരും ഒന്നും കൂടി ഉണ്ടായിരുന്നൊന്നും വരില്ല. അപ്പോൾ അങ്ങനത്തെ വലിയ എക്സ്പെക്റ്റേഷനൊന്നും വെച്ച് കോളേജിലേക്ക് പോകണ്ട. അവനവൻ്റെ കാര്യം നോക്കിയിരിക്കാൻ തയ്യാറായിട്ട് പോവുക. പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്സ് കിട്ടിയവരോട് യു ആർ ലക്കി, അത് കീപ്പപ്പ് ചെയ്യുക. ഈ ഫ്രണ്ട്ഷിപ്പ് കേസിൽ ഗേൾസും ബോയ്സും തമ്മിൽ മാക്സിമം ഒരു അണ്ടർസ്റ്റാൻഡിങ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾ ഗേൾസ് ആൻഡ് ബോയ്സ് ആണ്, അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുക. എല്ലാം പറഞ്ഞ് തീർക്കുക. പിന്നെ അത് മനസ്സിൽ വയ്ക്കരുത്. എല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾ പോവുക. ഇപ്പോൾ ഗേൾസ് ആൻഡ് ഗേൾസിൻ്റെ ഇടയിലും ബോയ്സ് ആൻഡ് ബോയ്സിൻ്റെ ഇടയിൽ ഈ വക പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ പറഞ്ഞു തീർക്കാനുള്ളൊരു മനസ്സ് വേണം. ഇനി എനിക്ക് 4ാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ബി റിയൽ, ബി യു. കാരണം എന്തോരം നാൾ നിങ്ങൾ ഈ ഫേക്കായി നിൽക്കും? എത്ര നാൾ നിങ്ങൾ അഭിനയിച്ച് ഇങ്ങനെ ചിരിച്ച് നിൽക്കും? എത്ര നാൾ നിൽക്കും? 4 ആളുടെ ഇടയിൽ, നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഇടയിലായാലും കോളേജിൻ്റെ ഉള്ളിലായാലും. അത് കാരണം തുടക്കത്തിലേ നിങ്ങളായി തന്നെ നടക്കുക. അതായത് ഒരു മുഖം മൂടിയുടെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം, നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് കിട്ടാവുന്ന ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മതി. എന്നിട്ട് കിട്ടുന്ന സപ്പോർട്ടും ലവും കെയറൊക്കെ മതി നമുക്ക്. അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക. അഭിനയിച്ച് മറ്റേ തകർക്കാനൊന്നും നിങ്ങൾ കോളേജിലേക്ക് പോകണ്ട. ഇനി 5ാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രസൻസ്. അതായത് ഇപ്പോൾ കോളേജ് പരിപാടികളിൽ അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ് ഫങ്ഷൻസിൽ, ഇപ്പോൾ ആർട്സ് ഡേ, കോളേജ് ഡേ, എത്നിക് ഡേ, അങ്ങനെ കുറേ ഡേയ്സ് ഉണ്ടാവും നിങ്ങൾക്ക് കോളേജിൽ. അപ്പോൾ അതൊക്കെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കോളേജ് ഇവൻറ്റ്സ്, അപ്പോൾ അതിലൊക്കെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ അപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് വിടില്ല, കോളേജ് വൈബ് പോരാ, അത് കാരണം ഞാൻ ഇതിന് വരുന്നില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആവാൻ നിൽക്കണ ടൈം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റായി പോണ ഒരു ടൈമൊക്കെ വരുമ്പോഴാണ് നിങ്ങളിതൊക്കെ റിഗ്രറ്റ് ചെയ്യും. നിങ്ങൾക്ക് കോളേജിൽ നിൽക്കായിരുന്നു, ഈ പരിപാടിക്കൊക്കെ നിൽക്കായിരുന്നു, എൻജോയ് ചെയ്യായിരുന്നു, നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. അപ്പോൾ അതിന് മാക്സിമം ഒഴിവാക്കുക. കൂടെ അങ്ങനെ പറ്റിയ ഫ്രണ്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ആ പരിപാടിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ IV ഒക്കെ വരുമ്പോൾ അതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുക. IV ഒക്കെ വരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ കിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇനി അത് കിട്ടില്ല. കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ IV തേങ്ങയൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ IV മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി 6ാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം ക്ലബ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പോൾ കോഴ്സസ്, ഇൻറ്റേൺഷിപ്സ്, ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. സെം ബ്രേക്കൊക്കെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിലായാലും കുറേ കോഴ്സൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എടുക്കണ ബ്രാഞ്ച്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സബ്ജക്റ്റിനെ വെച്ച്
ഏതാണോ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഏരിയയിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം 3 കൊല്ലം എൻജോയ് ചെയ്തിട്ട് 4th ഇയർ ആകുമ്പോൾ ഈ വക പരിപാടിക്കൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചാൽ ടൈം കുറേ പോവും. അത് കാരണം ഇപ്പോഴേ ഇതിനൊക്കെ ശ്രമിക്കുക. ഫസ്റ്റ് ഇയറിൽ തുടങ്ങി വയ്ക്കുക. മിനിമം 3rd ഇയറിലെങ്കിലും ഈ വക കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എനിക്ക് 7ാമതായിട്ട് പറയാനുള്ളത് സപ്ലിയുടെ കാര്യമാണ്. എക്സാമൊക്കെ എഴുതി നല്ല ടെൻഷനൊക്കെ അടിച്ച് റിസൾട്ടൊക്കെ വരുമ്പോൾ ഒരു സപ്ലിയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ 2 സപ്ലിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് കളയരുത്. അതൊക്കെ എഴുതിയെടുക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ശ്രമിച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുക. അല്ലാണ്ട് തോന്നിയ പോലെ പോയി എക്സാം എഴുതിയിട്ട് അയ്യോ വീണ്ടും സപ്ലി കിട്ടി, അയ്യോ അത് പാസ്സായില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം കോളേജ് ലൈഫ് യൂട്ടിലൈസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇനി ഈ ഒരു കാലം തിരിച്ചു കിട്ടില്ല. അപ്പോൾ കൂടെ ഉള്ളവരുടെ കൂടെ, ഞാനിത് പറഞ്ഞ എൻ്റെ ടീച്ചേഴ്സ് തന്നെ ചീത്ത പറയും, പക്ഷെ എന്നാലും ഞാൻ പറയാം, ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്യുക. ഒരു ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്തുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ സ്റ്റഡീസ് മെയിൻറ്റെയിൻ ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പേരുദോഷമൊന്നും കേൾപ്പിക്കാണ്ടിരിക്കുക. അവനവൻ്റെ വില അവനാൻ കളയരുത്. ക്യാരക്ടറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് കേസിലൊക്കെ ഒരു ശ്രദ്ധ വയ്ക്കുക. കോഴ്സൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക. IB, ഓണം, ക്രിസ്മസ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് അതിലൊക്കെ കയറുക, അടിച്ചു പൊളിക്കുക. അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇനി വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.